ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ഇഹലോക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് തീർച്ചയായിട്ടും നമ്മെ എല്ലാവരെയും പാപത്തിൻ്റെയും പിശാചിൻ്റെയും പിടിയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ടാകുന്നുവല്ലോ. നമ്മളിപ്പോൾ പാടിയതുപോലെ നമ്മുടെ എല്ലാം ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് യെരൂശലേമാകുന്ന ഇമ്പ വീട്ടിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു ചേരുക എന്നുള്ളതാണ്. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്രയിലേക്ക് നാം ഒരുങ്ങുവാനും തയ്യാറെടുക്കുവാനുമുള്ള ഇടക്കാലത്തിൻ്റെ സമയമാണ് ഈ ചെറിയ ജീവിതം എന്ന് പറയുന്നത്. ഈ ചെറിയ ജീവിതം കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് എത്തിച്ചേരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നു എന്ന് പറയുവാൻ സാധിക്കും. മറിച്ച് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ സ്വാർത്ഥതയുടെയും അത്യാഗ്രഹത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും ഒക്കെ പുറകെ പോയി തമ്പുരാന്റെ ഇഷ്ടത്തിനും തമ്പുരാന്റെ ആഗ്രഹത്തിനും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ ജീവിതം, നമ്മുടെ തയ്യാറെടുപ്പിന്റെ ഈ നിമിഷങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും സാധിക്കണം. പലപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനുമൊക്കെ പറയുമ്പോൾ പലരും പറയും, അച്ചോ ഇൻട്രസ്റ്റ് ഇല്ല, അച്ചോ പള്ളി വരാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല അച്ചോ. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായി വരുമ്പോൾ കർത്താവിന് നിങ്ങളെ കാണുവാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രയാസങ്ങളുടെയും വേദനകളുടെയും ഒക്കെ നടുവില് നാം ഓടി വരുമ്പോൾ കർത്താവ് നമ്മളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? കർത്താവിന് നമ്മളോട് ഇഷ്ടമുണ്ടാകണമെങ്കിൽ കർത്താവിന് പ്രിയപ്പെട്ടവരായി കർത്താവിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളിലൂടെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, കർത്താവ് കുറച്ചുകൂടെ കൃത്യമായിട്ട് സൂചനകൾ നൽകുന്നുണ്ട്. തൻ്റെ ജീവിതം ഇവിടെ പൂർണ്ണമാകുവാൻ പോകുകയാണ്. ഈ ലോക ജീവിതത്തിൽ മനുഷ്യരോട് ചേർന്നുള്ള സഹവാസം ഏതാനും നിമിഷങ്ങൾക്കകം പൂർത്തിയാകും. പക്ഷേ താൻ ഈ ലോകത്തെയും തൻ്റെ കൂടെയുള്ളവരെയും ഒത്തിരി സ്നേഹിച്ചതുകൊണ്ട്, ഒത്തിരി ചേർത്ത് നിർത്തിയത് കൊണ്ട് ഈ ലോകത്തെയും ഈ ലോകത്തിലുള്ള തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെയും വിട്ടുപോകുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നാം വായിച്ചു കേട്ടു. എന്നാലും പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം നിവൃത്തിയാകുവാൻ തക്കവണ്ണം, പിതാവാം ദൈവത്തിന്റെ ഇഷ്ടത്തിന് തന്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവിക പദ്ധതികൾക്ക് യേശുതമ്പുരാൻ സ്വയം ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷത്തിൽ ചില പാഠങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗുരുവിൻ്റെ കൂടെ വർഷങ്ങളോളം താമസിച്ച് വർഷങ്ങളോളം പഠിച്ചിട്ട് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ പിൻഗാമികളായി അയക്കുമ്പോൾ താൻ പഠിപ്പിച്ച എല്ലാ പാഠങ്ങളും സ്വായത്തമാക്കി ഇനി അത് ഈ ലോകത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കോൺവോക്കേഷന്റെ സമയമാകുമ്പോൾ കർത്താവ് അവസാനമായിട്ട് ചില പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്.
ഏറ്റവും കൂടുതൽ ലാഭം ലഭിച്ചവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും എന്ന് പറഞ്ഞ് ഒരു ഉപമ പഠിപ്പിക്കുന്നുണ്ട്. പാപിനിയായ സ്ത്രീ തെറ്റായ രീതിയിൽ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കുവാൻ സാധിക്കാതിരുന്ന ആ സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് വന്ന് കർത്താവിൽ നിന്ന് കരുണ പ്രാപിക്കുമ്പോൾ കൂടെയുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, നിനക്കറിയുമോ ഇവൾ ആരാണെന്ന്? നിനക്കറിയുമോ നിന്റെ അടുത്ത് നിൽക്കുന്ന ഈ സ്ത്രീ ആരാണ്? അവൾ കരഞ്ഞ് നിലവിളിച്ച് കണ്ണുനീരോടെ കർത്താവിന്റെ തൃപ്പാദത്തിലിരുന്ന് കണ്ണുനീരുകൊണ്ട് കാല് കഴുകുകയും അവളുടെ മുടി കൊണ്ട് കാല് തുവർത്തുകയും ചെയ്യുമ്പോൾ കൂടെ ഇരിക്കുന്നവർ ചോദിക്കുന്നുണ്ട്, ഇവൾ ആരാണെന്ന് നിനക്കറിയാമോ? കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപമയുണ്ട്. രണ്ടുപേര് കടം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കടം തിരിച്ചു കൊടുക്കുവാൻ യജമാനൻ വരുമ്പോൾ അവർക്ക് കുറച്ച് ഇളവ് ചെയ്തു കൊടുത്തു. എന്നാൽ ഇതിൽ ആരായിരിക്കും യജമാനനെ കൂടുതൽ സ്നേഹിക്കുക എന്ന് ചോദിക്കുമ്പോൾ പറയുന്നൊരു മറുപടിയുണ്ട്, കൂടുതൽ ഇളവ് ചെയ്ത് കിട്ടിയവൻ കൂടുതൽ സ്നേഹിക്കും. എത്ര പാപിയാണെങ്കിലും, എത്ര കുറവുള്ളവനാണെങ്കിലും, എത്ര തിന്മ നിറഞ്ഞവനാണെങ്കിലും കർത്താവിന്റെ തൃപ്പാദം നനയുവാൻ തക്കവണ്ണം നിനക്ക് കണ്ണുനീർ തൂകുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ തൃപ്പാദങ്ങളെ കഴുകുവാൻ തക്കവണ്ണം നിനക്ക് കണ്ണുനീർ തൂകുവാൻ തക്കവണ്ണമുള്ള അനുതാപം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ പാപങ്ങളൊക്കെ മോചിക്കപ്പെട്ടായിരിക്കും ദേവാലയത്തിൽ നിന്ന് തിരിച്ചു പോകുക. ഈ രാത്രി പാപമോചനത്തിന്റെ രാത്രിയാണ്. ഈ രാത്രി സൗഖ്യത്തിന്റെ രാത്രിയാണ്. ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. കർത്താവിന്റെ സന്നിധിയിൽ അനുതാപത്തോടെ കണ്ണുനീരോടെ അവന്റെ തൃപ്പാദത്തിൽ വരുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് സൗഖ്യമുണ്ടാകും. രണ്ടാമത് ഒരു കാര്യം കൂടി കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ഗുരുവാകുന്നത് ശിഷ്യന്റെ പാദപീഠത്തോളം താഴുമ്പോഴാണ്. ഗുരുവാകുന്നത്, നീ നേതാവാകുന്നത്, നീ വലിയവനാകുന്നത്, നീ ശുശ്രൂഷകനാകുമ്പോഴാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുള്ള ആഗ്രഹം എന്താ? എപ്പോഴും ഞാൻ മുമ്പിൽ നിൽക്കണം, എൻ്റെ പേരും എൻ്റെ നാമവും എൻ്റെ ശബ്ദവും എൻ്റെ വാക്കും എൻ്റെ നോട്ടവും എൻ്റെ സാന്നിധ്യവും ഒക്കെ മുമ്പിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് തമ്പുരാൻ തൻ്റെ പുറം കുപ്പായ ഊരിയിട്ട് മുട്ടുകുത്തി നിന്ന് കാല് കഴുകി കൊടുത്തിട്ട് പറഞ്ഞു, നീ വലിയവനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നീ മുമ്പനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നീ ആരെങ്കിലും ആകുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് നിന്റെ കൂടെയുള്ളവരുടെ പാദങ്ങളെ കഴുകുവാൻ തക്കവണ്ണമുള്ള താഴ്മയും വിനയവും ശുശ്രൂഷ മനോഭാവവും ഉണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു രൂപാന്തരത്തിന്റെ അനുഭവം ഈ രാത്രിയിൽ ഉണ്ടാവണം. നമ്മുടെ കുറവുകളെയും നമ്മുടെ പാപങ്ങളെയും ഒക്കെ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, എൻ്റെ തമ്പുരാനെ, ഞാൻ വിനയപ്പെട്ട് നിന്റെ അടുക്കൽ വരുന്നു. ഞാനല്ല, നീ എന്നിലൂടെ വളരണം. ഞാനല്ല, നീ എന്നിലൂടെ വളരണം. എന്നിൽ നീ വളരുമ്പോൾ ഞാൻ നിന്നെ പോലെ ആയിത്തീരും. തമ്പുരാനെ, അതിനായി ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന പ്രാർത്ഥനയോടെ കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ഈ ദിവസത്തിലേക്ക് നമുക്ക് ചേർന്ന് വരാം. ഇന്ന് ധ്യാന പ്രസംഗം നയിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട റിനോ റേച്ചൽ ജോയിയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് കെ ജോയിയുടെ സഹധർമ്മിണിയാണ്. വളരെ മികച്ച ഒരു അധ്യാപകയായി, അനേകർക്ക് മാതൃകയായി, പലയിടത്തും ക്ലാസ്സുകൾ എടുക്കുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തിലൂടെ താൻ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രിയപ്പെട്ട അധ്യാപികയായി തൻ്റെ ശുശ്രൂഷ നിവർത്തിക്കുന്ന റിനോ റേച്ചൽ ജോയ് എന്ന ദൈവം നമുക്കായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു. അവരുടെ വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം. ഇന്ന് ദൈവം നൽകിയിരിക്കുന്ന ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രചോദനമാകുവാൻ ഇടയാകണം. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വളരെ ശക്തമായ വാക്കുകളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്.
കേൾക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും വളരെ ആഴവും വ്യാപ്തിയും ശക്തിയുമുള്ള മൂർച്ചയുള്ള വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തമ്പുരാൻ പകർന്നു തന്നത്. ഇന്നും അതിന്റെ പിന്തുടർച്ച എന്നോണം നാം ഈ ദേവാലയത്തിൽ കൂടി വന്നിരിക്കുമ്പോൾ പ്രിയപ്പെട്ട റിനോ റേച്ചൽ ജോയിയുടെ വാക്കുകൾ നമുക്ക് പ്രചോദനമാകട്ടെ. നാളത്തെ ശുശ്രൂഷയിൽ കൂടുതൽ ആത്മാർത്ഥതയോടെ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഈ വാക്കുകളൊക്കെയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനം നയിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട റിനോ റേച്ചൽ ജോയിയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജിജോ അച്ഛൻ, വിശ്വാസികളുടെ സമൂഹമേ, ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ പാഷൻ വീക്ക് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ടൈം ഇൻ ഹിസ് ലൈഫ്. ആസ് എ ക്രിസ്ത്യൻ, ഇഫ് വി ആർ ബോൺ ഇൻ ദിസ് വേൾഡ്, പാഷൻ വീക്ക് ഹാസ് ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ എ ട്രൂ ക്രിസ്ത്യൻ. പാഷൻ വീക്ക് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, പീഠാനുഭവ ആഴ്ച നമ്മൾ മലയാളത്തിൽ പറയും. പാഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം, പാഷൻ എന്ന വേർഡ് ലാറ്റിൻ വേർഡിൽ എടുത്തേക്കുന്ന അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ദ സഫറിങ് ഓഫ് ക്രൈസ്റ്റ്. ഇഫ് യു ടേക്ക് ഇറ്റ് ഇൻ മലയാളം, ഇറ്റ് ഈസ് പീഠാനുഭവ ആഴ്ച, ഇറ്റ് ഈസ് ദുഃഖ വെള്ളിയാഴ്ച. ദാറ്റ് മീൻസ് എക്സ്പീരിയൻസിങ് that pain and suffering of Jesus Christ that he underwent years before. It is our responsibility to again go through the same pain and suffering during this time. We have to re-experience the same pain and suffering that our Lord Jesus Christ underwent. ഞാൻ ഓർക്കും, ചെറിയ പ്രായത്തിൽ ഈ പാഷൻ വീക്ക് എന്ന് വരുമ്പം എങ്ങനെയാണ് ഒരു കുട്ടി, ലെറ്റ്സ് സേ ദ ഏജ് ബിറ്റ്വീൻ 5 to 8 years old, അതാണ് ഒരു ആദ്യത്തെ പ്രായമെന്ന് ഞാൻ പറയുന്നത്, ഈ പാഷൻ വീക്കിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൊരു സമയം. ഐ റിമെമ്പർ വെൻ ഐ വാസ് എ സ്മോൾ ചൈൽഡ്, പാം സൺഡേ വാസ് എ കൈൻഡ് ഓഫ് എ ഫെസ്റ്റിവൽ, ജസ്റ്റ് ബിക്കോസ് പാം സൺഡേ ബ്രിങ്സ് ഇൻ കളേഴ്സ് ഇൻ അവർ ലൈഫ്. പാം സൺഡേ ഈസ് ഫ്ലവേഴ്സ്. പാം സൺഡേ ഈസ് where every person is involved and the flowers are thrown. The colors are everywhere. എന്നാൽ സന്ധ്യ സമയത്ത് നമ്മൾ സെയിം ദേവാലയത്തിൽ എത്തുമ്പോൾ ഒരു വിഷ്വൽ ചേഞ്ച് ആണ്. ആ വിഷ്വൽ ചേഞ്ച് എന്ന് പറയുന്നത് സഡൻലി ഓൾ ദ കളേഴ്സ് ചേഞ്ച് ആൻഡ് ഇറ്റ് ബിക്കംസ് ബ്ലാക്ക്. ഈ കുട്ടികൾക്ക് അതിൻ്റെ അനുഭവം ഉണ്ട്. ഈ കുട്ടികൾക്ക് ഇൻ ബിറ്റ്വീൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് ഐ സേ 6 to 8, they really experience the change. They experience that passion of our Christ. You know, I remember when I was around 7 to 8 years old, I went and asked my daddy, ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ ദിവസം ഡാഡി എപ്പോഴും ഒരു വാക്ക് കേൾക്കുന്നത് ഈ വെള്ളിയാഴ്ച. Whenever the main reading is going on, this word is very prominent, ഈ വെള്ളിയാഴ്ച. The same thing happened when I became a parent. My son last year came and asked me, Mama, why is this so that this word is repeated so many times? He experiences the pain in the form of the word, ee velliyazha. That means whichever way or whichever age we belong to, we are supposed to experience the pain and suffering of our Christ, Jesus Christ. This is a must for a Christian. Let's increase our age, the number. When we become, let's say, almost 10 to 12 years old, നമുക്ക് വേറെ എക്സ്പീരിയൻസസ് ഉണ്ട്. അതാണ് ഒരു ചെറിയ ടേസ്റ്റിൻ്റെ എക്സ്പീരിയൻസ്. ഈ കുട്ടികൾക്കെല്ലാം അറിയാം കഞ്ഞി കിട്ടുന്ന ദിവസമാണ്. ഈ കുഞ്ഞുങ്ങൾക്കറിയാം ചൊർക്കവെള്ളം കുടിക്കുന്ന ദിവസമാണ്. ഈ കുഞ്ഞുങ്ങൾക്കറിയാം പെസഹ അപ്പം ഉണ്ടാക്കുന്ന ദിവസമാണ്. മൈ ഡിയർ ബിലീവേഴ്സ് ഇൻ ക്രൈസ്റ്റ്, കഷ്ടത്തിൻ്റെ അനുഭവം ഒരു പക്ഷേ നമ്മൾക്കിതല്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഇത് തന്നെയായിരിക്കും.
that is important in a Christian's life. He should know that yes, this is a part of the Passion Week that we are all having in our lives. This is important. ഒരു കുട്ടിക്ക് സഫറിങ് പറയുമ്പം അതിന് മനസ്സിലാകത്തില്ല. പക്ഷേ ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ ദ കളർ അല്ലെങ്കിൽ ദ ടേസ്റ്റ്, ഹീ ക്യാൻ റെക്കഗ്നൈസ് ദാറ്റ് പാഷൻ. കുറച്ചുകൂടി വലുതാവുമ്പം ഐ ഓൾവേസ് ഹാവ് എ പാഷൻ ടുവേർഡ്സ് ദിസ് യങ് ബോയ്സ് ആൻഡ് ഗേൾസ്. ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ പാഷൻ വീക്കിൻ്റെ ലിറ്റർജി, literature, songs, hymns, they all make you relive the experience of the passion or the suffering that our Lord Jesus Christ had. എന്തിനാണ് ഈ suffering ഇത്ര important? St. Peter chapter 5 verse 10 says, "But may the God of all grace, who called us to his eternal glory by Christ Jesus, after you have suffered a while, perfect, establish, strengthen and settle you." ഈ കഷ്ടാനുഭവാഴ്ച makes you firm, steadfast, courageous. ഇതുകൊണ്ടാണ് നമുക്ക് ഈ പാഷൻ വീക്കിൻ്റെ ഈ വേദനയുടെ ഈ പെയിനിൻ്റെ ഈ സഫറിങ്ങിൻ്റെ ആവശ്യം. നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയുടെ ഈ സന്ധ്യാസമയത്തിരിക്കുമ്പം ഇന്നു മുതൽ നാളെ വരെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് മൂഡ്. യേശുക്രിസ്തുയുടെ ആ പെയിൻ ആൻഡ് സഫറിങ്ങിൻ്റെ കൂടെ യേശുക്രിസ്തുയുടെ ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു. അവർ മാത്രമല്ല, there were many people who accompanied Jesus Christ. നമ്മളും ആ അക്കംപനിമെൻറ്റിൻ്റെ ഭാഗമാണ്. ഞാൻ ഈ സമയത്ത് എടുക്കാൻ പോകുന്നത് 3 ഭാഗമാണ്. First is St. Matthew chapter 27 verses 55 to 56, Mark chapter 15, 40 and 41, John 19 and 25. യേശുക്രിസ്തുയുടെ ഈ ജേർണിയിൽ, ഈ ക്രൂസിഫിക്ഷൻ്റെ ജേർണിയിൽ, there is a reference to women characters. I'm not standing here to go for feminism. I only want to tell you what all roles we are having and what all examples these women have given to us to be a part of Christ's suffering. നമ്മൾ എന്തിനാണ് യേശുക്രിസ്തുയുടെ ഈ സഫറിങ്ങിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉള്ളതെന്ന് നമുക്ക് ഈ വിമൻ ക്യാരക്ടേഴ്സുമായിട്ടൊന്ന് നോക്കാം. മാത്യുവിൽ ഞാൻ ആദ്യം in a nutshell I'll just say the names. Mary Magdalene, Mary the mother of James and Joseph, and the mother of Zebedee's sons. ഇവരൊക്കെ വേണ്ടി എഴുതിയിരിക്കുന്നത് they were together with the Christ journey. മാർക്കിൽ പറഞ്ഞേക്കുന്നത് മേരി മാഗ്ഡലീൻ, മേരി the mother of James and Joseph, Salome, they were with the Christ during the course of the passion. ജോണിൽ പറഞ്ഞേക്കുന്നത് Jesus, his mother, his mother's sister, Mary, wife of Clopas, and Mary Magdalene. ഈ വിമൻ ക്യാരക്ടേഴ്സിൻ്റെ പേര് എടുത്തു പറയുന്നുണ്ട് ഈ ജേർണി ടു ക്രൂസിഫിക്ഷനിൽ. ഇവരെല്ലാവരുടെ ത്രൂ നമുക്കൊരു എക്സാമ്പിൾ സെറ്റ് ആകും എന്തിനാണ് നമ്മളും ഈ ദുഃഖത്തിൻ്റെ ഈ യാത്രയിൽ യേശുക്രിസ്തുയുടെ കൂടെ ഇരിക്കേണ്ടതിന്. വൈ ആർ വി സപ്പോസ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് പാഷൻ? ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് the greatest of the greatest Saint Mother Mary. ഈ സമയത്ത് നമ്മൾ മാതാവിനോട് ഇൻ്റർസെഷൻ പോലും യാചിക്കത്തില്ല. because of the pain that she is undergoing, because her son is going to get crucified, but she is there with the journey of the suffering of her son. ഞാൻ ഈ ലേഡി ക്യാരക്ടേഴ്സിനെ ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ ഇവരെന്തുവാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഞാൻ എപ്പോഴും ഓർക്കും, ജീസസ് ക്രൈസ്റ്റ് ഹാസ് ക്രൂസിഫൈഡ്, ഹി ഹാസ് ഡൈഡ്, ഹി ഹാസ് ബീൻ ടേക്കൺ ബൈ ബൈ ഹിസ് ഓൺ ഫാദർ. നമ്മൾ ഈ സമയത്ത് ഇവിടെ ഇരിക്കുമ്പം, നമ്മൾ ഈ അനുഭവത്തിൻ്റെ യാത്രയിൽ ഇരിക്കുമ്പോൾ, വെൻ വി ആർ എക്സ്പീരിയൻസിങ് ദ പെയിൻ ആൻഡ് സഫറിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, വാട്ട് ആർ വി സപ്പോസ് ടു ഡു ആസ് എ ക്രിസ്ത്യൻ? ഈ ക്യാരക്ടേഴ്സ് one or the other ways telling one or the other importance of this suffering. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ മദർ മേരി, the message that we get from the life of this mother is parenthood is inclusive of
well-being and suffering. മാതാവിനോട് വന്ന ഏഞ്ചൽ പറഞ്ഞപ്പം യു വിൽ ബി ദ മദർ ഓഫ് എ ഗ്രേറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് സൺ ഇൻ യുവർ ലൈഫ്. ഒരു പക്ഷേ മാതാവിനെ വിചാരിക്കുമായിരുന്നു മൈ ലൈഫ് ഈസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് ബിക്കോസ് ഐ ആം ഗിവിംഗ് ബർത്ത് ടു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ്. പക്ഷേ ലൈഫ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. She was one person who witnessed pain from the inception that the child was given in her womb. മാതാവിൻ്റെ ആ ജീവിതം നമ്മൾ ഇങ്ങനെ ഒരു ആസ് എ പെയിൻറ്റർ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്യുമ്പം ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് ഈവൻ എ സിംഗിൾ മോമെൻറ്റ് വേർ ദാറ്റ് പെയിൻ വാസ് അവേ ഫ്രം ഹർ ലൈഫ് ടിൽ ദ ഡെത്ത്, ടിൽ ദ ക്രൂസിഫിക്ഷൻ ഓഫ് ഹർ സൺ. That is what we as Christians must learn from her life. Parenthood is inclusive of well-being as well as the suffering of your child. നമ്മൾ മാതാപിതാക്കന്മാരാകുമ്പം നമ്മൾ നമ്മുടെ കുട്ടികളുടെ വെൽബീങ് ആൻഡ് ഹാപ്പിനെസ് മാത്രമല്ല അവരുടെ സഫറിങ്ങിനോടും നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അപ്പം എന്തുവാണ് നമ്മുടെ എക്സ്പീരിയൻസ് ദ സഫറിങ് ഓഫ് അവർ ചൈൽഡ്. ഇതിനകത്ത് ഞാൻ ചെറിയ വൺ എക്സാമ്പിളൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്, there is a small reference to a woman from Canaan. She comes to Jesus and she says that my daughter is suffering. Can you just heal her? Jesus says, from you your daughter will be healed. That must be the faith of us as parents for our children. That must be the faith that we mothers or fathers must carry for our children. Mother Mary കാണിച്ചു തരുന്നത് it is not only the well-being of our children but also the pain and suffering that we have to experience. അതുകൊണ്ടാണ് നമ്മളിനകത്ത് പല ആൾക്കാരും യേശു ക്രിസ്തുയുടെ ഈ ജേർണിയിൽ ഇരിക്കുന്നത്, നോട്ട് ആസ് പേരൻസ് ബട്ട് ആസ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. രണ്ടാമത്തെ ക്യാരക്ടർ, ഐ തിങ്ക് if you ask me to give her a title, I'll say she is the man or the woman of the series of crucifixion. മാരി മെഗ്ഡലീൻ ആണ്. മദർ മാരിയെ ഈ 3-4 ഭാഗത്ത് ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൺലി ഇൻ ജോൺ ദാറ്റ് ഷീ ഈസ് അഡ്രസ്ഡ് ആസ് ഹിസ് മദർ. റെസ്റ്റ് ഓഫ് ദ പ്ലേസസ് സ്ക്രിപ്റ്റേഴ്സ് പറയുന്നത് വേറെ വേറെ രീതിയിലാണ്. അതുതന്നെയല്ല, ഇതിനോട്ട് പല ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, പല ലിറ്ററേച്ചറുണ്ട്. ഞാൻ എടുത്തത് ഓൺലി ആൻഡ് ഓൺലി ദ ടൈറ്റിൽ ദാറ്റ് ഈസ് ബീൻ യൂസ്ഡ് ഇൻ ദീസ് സെക്ഷൻസ്. സോ നെക്സ്റ്റ് കംസ് മാരി മെഗ്ഡലീൻ. ഐ ടോൾഡ് യു ഷീ ഈസ് one of the ladies who is an example to many. A person with 7 demons is what is written about her. Jesus healed that woman. Jesus healed Mary Magdalene with 7 demons and evil spirits. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ഇത് ഓർക്കുവാണെങ്കിൽ ഈ വീഡിയോ ക്ലിപ്സ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. When you are inflicted with evil spirits and demons, people are so cruel to you. You are being stoned, you are being kicked, you are being put into so many you have been brutally given pain. ഒരു റെസ്പെക്റ്റ്ഫുൾ ഡിഗ്നിഫൈഡ് പ്ലേസ് അല്ല നമുക്ക് ആ സൊസൈറ്റിയിൽ. എസ്പെഷ്യലി ഞാൻ എപ്പോഴും ഓർക്കും ഈ തമിഴ്നാട് ആന്ധ്രാപ്രദേശൊക്കെ ഭാഗത്ത് ഈ ഈവിൽ സ്പിരിറ്റിനൊക്കെ മാറ്റുന്ന രംഗങ്ങൾ നമുക്ക് കാണാം വീഡിയോ ക്ലിപ്പിംഗ്സിനകത്ത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് വിചാരിച്ച് നോക്കിക്കേ, മാരി മെഗ്ഡലിൻ്റെ ലൈഫ് ബിഫോർ ബീങ് ക്ലെൻസ്ഡ് ആൻഡ് ഹീൽഡ്, വാട്ട് കൈൻഡ് ഓഫ് എ ലൈഫ് ഇറ്റ് വാസ്. ആക്ച്വലി ഗ്രൂസം ലൈഫ്, വെരി പെയിൻഫുൾ ലൈഫ്. ബട്ട് ഷീ വാസ് ഹീൽഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് ഇമാജിൻ ദ ബ്ലെസ്സിങ് ദാറ്റ് ഷീ റിസീവ്ഡ്. ഷീ വാസ് ദ ഫസ്റ്റ് വൺ ടു വിറ്റ്നസ് ദ റിസറക്ഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. അതാണ് മാരി മെഗ്ഡലിൻ്റെ ലൈഫ്. മാരി മെഗ്ഡലിൻ ഹീൽഡ് ആയി കഴിഞ്ഞ് അവിടുത്തെ പിന്മാറിയില്ല. ഷീ വാസ് വിത്ത് ക്രൈസ്റ്റ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. വെൻ യു ആർ ഹീൽഡ്, വെൻ യു ആർ ക്ലെൻസ്ഡ്, that doesn't mean that you have to leave the society and live a comfortable life. You are far more responsible to become a part of the suffering and pain that you see around us. This is what Mary Magdalene teaches us. She teaches us that she was cleansed, she was free, but she didn't leave the Christ. She was also there with Christ. ഞാൻ ആ പോയിന്റിനെ മനസ്സിലാക്കിയത്, the abandoned and outcasted is the chosen one. We are being chosen ones if we are outcasted
and abandoned by the society. Dear believers in Christ, suppose you are a sufferer and you are being outcasted or abandoned by many others. The one who will be choosing you is none other than our Christ and our Lord. നമുക്ക് ഈ വിശ്വാസം വേണം, നമ്മളെ ചൂസ് ചെയ്യുന്ന ആൾ നമ്മുടെ ദൈവമായ കർത്താവാകണം. അതുകൊണ്ട് നമുക്ക് ഡബിൾ റെസ്പോൺസിബിലിറ്റിയാണ് മറ്റുള്ള ഒരാളുടെ പെയിനും സഫറിങ്ങിൻ്റെ കൂടെ ഇരിക്കേണ്ടത്. മൂന്നാമതായിട്ട് ഈ ജേർണിയിൽ ഒരു റെഫറൻസ് പറയുന്നത് ഹിസ് മദേഴ്സ് സിസ്റ്റർ. ഞാൻ പറഞ്ഞു പല പല അടുത്തത് പല പല രീതിയിലാണ് ഇത് തന്നേക്കുന്നത്. എവറി ഗോസ്പൽ ഈസ് ട്രീറ്റിംഗ് ദ വിമൻ ക്യാരക്ടേഴ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ. വാട്ട് ഐ ഹാവ് ടേക്കൺ ഈസ് ഓൺലി ദ അഡ്രസ് ദാറ്റ് ഈസ് ഗിവൻ ടു ദ ലേഡി. സോ ദ തേർഡ് വൺ ഇസ് ഹിസ് മദേഴ്സ് സിസ്റ്റർ. What have we learned from this reference? If your brother or sister is suffering, you have to be with them. Idoru velliya, it's not a big philosophy that I'm talking about. But we have to again rethink whether we are doing so or not. Whether we are leaving our brothers and sisters amidst the pain and suffering. Through the life of Jesus Christ, He has given us the opportunity to Mother Mary's sister to be a part of the suffering. നമ്മളിത് ചെയ്യുന്നുണ്ടോ? മൂന്നാമതായിട്ടുള്ളൊരു പോയിന്റ് ത്രൂ ദ മദർ സിസ്റ്റർ റെഫറൻസസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കിൻസ്മെൻ. നമ്മുടെ ബന്ധുക്കളും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഓൺ ദി സൊസൈറ്റിയിൽ. നെവർ ലീവ് യുവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ പെയിൻ ഓർ സഫറിങ്. This is our responsibility to be a part of the suffering of our brothers and sisters, that is our kinsmen. Next is the references, the mother of Zebedee's sons. ഞാൻ ഓർക്കും ഇത് സ്ട്രെയിറ്റ് അവേ ഒരു പേര് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പക്ഷേ ഈ റെഫറൻസ് പറയുന്നത് the mother of Zebedee's sons. What is the need for the gospel writers to mention this name as mother of Zebedee's sons? To make especially the parents realize that when it is the child of others' parents, still you have a responsibility to experience the pain and suffering of others' children. We are equally responsible to partake in the pain and suffering when others' child is suffering too. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ പലപ്പോഴും we are sitting at the other side of the table. But when we are at the best, don't forget that the person sitting at the other end needs our prayers too. സാബുങ്ങൾ ആദ്യത്തെ ദിവസം പ്രസംഗിച്ചത് about prayer ആണ്. ഈ സമയത്ത് it doesn't mean that you have to get involved in the suffering. It is the prayers that is demanded. He very clearly stated the different types of prayers that Jesus Christ did. And He taught us to pray for others. This is that part which very clearly states, pray for others' suffering. This is what the third point is. Others' family is our family. With the life or with the phrase of mother of Zebedee's son, we must learn that others' family is our family. Next reference is to Salome. She's again a very interesting character. The phrase or the reference that is used for Salome is, she was the follower of Christ in his ministerial work. അതുപോലെ തന്നെ ശലോമിയുടെ പല റെഫറൻസസ് ഉണ്ട്. ചിലയിടത്ത് പറയുന്നത് ഷീ ഈസ് ദ സിസ്റ്റർ ഓഫ് മദർ മാരി, ലോട്ട് ഓഫ് ഡിഫറെൻറ്റ്. ബട്ട് വൺ പോയിന്റ് ഇൻ വൺ ഓഫ് ദി സെക്ഷൻസ് ഇറ്റ് ഇസ് റിട്ടൺ ദറ്റ് ഷീ വാസ് ഇൻ ദ മിനിസ്ട്രി വിത്ത് ഹിം. ഷീ വാസ് ദ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. നമ്മളും ഈ ഒരു കാര്യത്തിൽ ശലോമിയുടെ കൂടുണ്ട്. വി ആർ ഓൾസോ ദ ഫോളോവേഴ്സ് and the foreigners of Christianity. We are the followers of Christ, of our Jesus Christ. അപ്പം നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിൻ്റെ ഈ ജേർണി ടു ക്രോസിൽ ആസ് ഹിസ് ഫോളോവേഴ്സ് ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ടു അഗൈൻ വിറ്റ്നസ് ദ സഫറിങ് ദാറ്റ് ഹി അണ്ടർവെൻറ്റ്. We need to feel that pain as the follower, as Salome has shown it to us. Last but not the least, Mary, the wife of Clopas. Now there is again very less reference to Clopas. I also thought from where to find the references. It's at one place that it is written as Cleopas, and that too in the journey of Emmaus.
I thought, leave it. There's no need for us to actually, diagnose who was she. The only thing is, the wife of Clopas. The wife of Clopas means she might be just a member or an individual in the society. Adum namakuru indication ana. We must be a part of this community as a whole. We are an individual in this society, in our Christian community, in this society, in this world, in this universe. We are an individual. There is a sense of responsibility towards it. നമ്മുടെ ഈ 4 വർഷത്ത് ഒരു ആളിനെ നമ്മൾ സഫറിങ്ങിലും പെയിനിലും കാണുമ്പോൾ ദിസ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു പാർട്ടേക്ക് ഇൻ എ സഫറിങ്. Wife of Clopas Mary signifies representation and involvement in the society. യേശു ക്രിസ്തുവിടെ കുരിശുമരണത്തിൽ ഈ 6 ലേഡി ക്യാരക്ടേഴ്സിനെ ഞാനിപ്പോൾ എടുത്തപ്പം നമ്മളെല്ലാവരും ഇതിൻ്റെ ഓരോ ഭാഗത്തിൽ ഇവിടെ ഇരിക്കുവാണ്. വി ആർ ഓൾ ഇൻ വൺ വേ ഓർ ദി അതർ ആർ ലൈക്ക് ദീസ് 6 എക്സാമ്പിൾസ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ജേർണിയിൽ ടു ബി വിത്ത് the suffering and the pain and the passion of our Jesus Christ. Abraham uncle ഒരു വാക്ക് പറഞ്ഞായിരുന്നു. I remember his anecdote in the last day when he talked about bike. Are we confused? Are we the C or the K? He very beautifully picturized that and he very beautifully told that anecdote. നമുക്ക് എന്തിനാണ് ഈ confusion? If we are true Christians, there is nothing but to follow Christ, but to follow the passion and be in togetherness with the passion of Christ. എൻ്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് let me conclude my speech. Jesus Christ crucified his life for what? For whom? It is for us. That was because there was unconditional love. Sabu uncle പറഞ്ഞു, for God so loved the world. That is the first verse that kids are always made to learn. For God so loved the world that he gave his only begotten Son. Christ's crucifixion was because of unconditional love, because of selfless love. It was an unconditional sacrifice. It was a selfless sacrifice. നമ്മൾ കഷ്ടത്തിൻ്റെ അനുഭവത്തിലാണ്. നമ്മൾ എന്തിനാണ് ഇവിടെ? നമ്മളോട് ഈ രാത്രിയിൽ ഒരു ആൾ വന്ന് പറയുവാണ്, sacrifice your life for me. Will we be able to do? Don't know. We are still in that doubt. The message that we get from this crucifixion is we are supposed to be unconditional and selfless in our journey. We are supposed to be just flow with what Christ has taught us. We are supposed to be re-experiencing the pain and suffering that our Jesus Christ underwent. ഒരു ചോദ്യത്തോട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ എവിടാണ് ഈ പാഷൻ വീക്കിൽ? നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഈ പാഷൻ വീക്കിൽ? നമ്മളോട് സാക്രിഫൈസോ നമ്മുടെ സെൽഫ്ലെസ് ലവ് കാണിക്കാൻ പറയുമ്പം ഇസ് ദാറ്റ് ഔട്ട് ഓഫ് ലവ് ദാറ്റ് യു ഡു ഓർ ഇസ് ദാറ്റ് എ റെസ്പോൺസിബിലിറ്റി? ചിന്തിക്കുക, വിചാരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി അച്ഛനോടുള്ള നന്ദി, മാനേജ്മെൻറ്റിനുള്ള നന്ദി. ഐ എം ഹൈലി ഇൻഡെറ്റഡ് ടു യു അച്ഛൻ ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഷെയർ ദ വേർഡ് ഓഫ് ഗോഡ്. താങ്ക് യു. May God bless each one of us.